സാറേ CUTക്ക് വേണ്ടി ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷമാണെങ്കിൽ കുഴപ്പമില്ല. നമ്മുടെ ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് പരീക്ഷയിൽ പേപ്പറൊക്കെ നിന്ന് ബബിൾ ചെയ്യാനാണെങ്കിൽ കുഴപ്പമില്ല. അതൊക്കെ ഞാൻ മുൻപ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ 8ാം ക്ലാസ് പഠിക്കുമ്പോൾ NMMS അതേപോലെ USSൻ്റെ പരീക്ഷയൊക്കെ ഞാൻ എഴുതി പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ CBT എക്സാം സാർ ഈ പറയുന്ന പോലെ CBT എക്സാം ഒന്നും എനിക്ക് വലിയ പരിചയമില്ല സാറേ. മോക്ക് ടെസ്റ്റ് ഒന്നും എഴുതി നോക്കി വലിയൊരു കോൺഫിഡൻസ് വരുന്നില്ല. ഇതെന്താണ്, അഥവാ കയ്യിൽ നിന്നൊരു മിസ്റ്റേക്ക് പറ്റിയാൽ കമ്പ്യൂട്ടറിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റില്ല സാറേ. ഇങ്ങനെ ഒരുപാട് ടെൻഷൻ ഉണ്ട് സാറേ. ഇതിങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവരെ എല്ലാവർക്കും വേണ്ടി, അവിടെ എല്ലാവർക്കും ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഈ CUT എക്സാം, ഈ UG ഇത്തവണ എഴുതാൻ പോകുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. എക്സാം ഹാളിലുണ്ടാകുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അതുപോലെ എക്സാം ഹാളിലെ എക്സാമിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം, നിങ്ങളുടെ എക്സാമിന് നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനൊരു പേജായിരിക്കും നമുക്ക് ഉണ്ടാവുക. ഇത് UGC നെറ്റ് എക്സാമിൻ്റെ പേജാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ UGC നെറ്റ് എന്നതിന് പകരം നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാവുക CUT UG എന്നായിരിക്കും ഉണ്ടാവുക. ഇവിടെ CUT UG എന്നായിരിക്കും കേട്ടോ നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ CUT UG എന്നായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ഹോം പേജ് ഇതുപോലെ തന്നെ ഉണ്ടാവുക. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ NTA ഹോം പേജ് ഇതുപോലെ തന്നെ ഉണ്ടാവുക. ഓക്കെ, ഇനി മറ്റൊരു കാര്യം, നിങ്ങൾ ഇവിടെ ഓപ്റ്റ് ചെയ്തിരുന്ന പേപ്പർ CUT എക്സാമിന് ആകെ ഒരു പേപ്പർ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഞാൻ ബാക്കിയുള്ള പേപ്പർ ഒട്ടിക്കുകയാണ്. ഇംഗ്ലീഷാണ് നമ്മൾ ഓപ്റ്റ് ചെയ്തെങ്കിൽ ഇംഗ്ലീഷ് തന്നെ അവിടെ ഉണ്ടാവും. ഇനി നമുക്ക് അലോ ചെയ്തിരിക്കുന്ന സമയം അത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ, 58 മിനിറ്റ് 23 സെക്കൻഡ്. അതായത് നമ്മുടെ പരീക്ഷ കഴിയുന്നത് വരെയുള്ള ഈ 60 മിനിറ്റിൻ്റെ കൗണ്ട് ഡൗൺ കൃത്യമായിട്ട് അവിടെ ഉണ്ടാവും. അത് ഒരു പേടി വേണം, നിങ്ങളുടെ സമയം എത്ര ബാക്കിയുണ്ടത് നിങ്ങൾക്ക് അവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് അത് കാണാം. ഇനി അതേപോലെ മറ്റൊരു കാര്യം, നിങ്ങളുടെ പേര് ഇവിടെ കൃത്യമായിട്ടുണ്ടാവും. പ്ലസ് എന്തായിരിക്കും, നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൂടി അതിൻ്റെ കൂടെ ഉണ്ടാവും. പിന്നെ ഇവിടെ കാണിച്ചിരിക്കുന്ന ഫോട്ടോ നിങ്ങൾ അപ്ലൈ ചെയ്ത സമയത്ത് കൊടുത്ത ഫോട്ടോ ആവില്ല. നിങ്ങളുടെ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അന്ന് അവിടെ എടുത്ത ആ ഫോട്ടോ, ലൈവ് ഫോട്ടോ എടുത്തിട്ടുണ്ടാവും. ആ ഫോട്ടോ ആണ് ഇതിൽ വരിക. അപ്പോൾ ചിരിച്ചുകൊണ്ട് അവിടെ നിൽക്കാൻ മറക്കണ്ട. കാരണം എക്സാം ഹാളിൽ കയറുമ്പോൾ നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖമായിരിക്കണം അവിടെ കാണേണ്ടത്. ഇനി സബ്ജക്റ്റിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ കുറിച്ച് അവിടെ ഉണ്ടാവും. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ രണ്ട് രീതിയിൽ, ഓക്കെ, ഇംഗ്ലീഷ് ഓർ ഹിന്ദിയാണ് പറയാറുള്ളത്. ട്രാൻസ്ലേഷൻ വരാൻ ചാൻസ് ഉണ്ട്, മലയാളം ട്രാൻസ്ലേഷൻ കൂടി നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ മിക്കവാറും പേരും പ്രിപ്പയർ ചെയ്ത് ഇംഗ്ലീഷിലായിരിക്കും. അപ്പോൾ ഇംഗ്ലീഷ് തന്നെ നിങ്ങൾ ഓപ്റ്റ് ചെയ്യുക. ഇനി അഥവാ വായിച്ചിട്ടില്ലെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ മറ്റുള്ള ലാംഗ്വേജ് ഓപ്റ്റ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, ചിലപ്പോൾ ചില വേർഡുകൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ കണക്ഷൻസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഒന്നിനും പഠിക്കരുത്, അത് വെച്ചിട്ടാണെങ്കിലും ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. ഇനി എക്സാമിൻ്റെ സമയത്ത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ എനിക്ക് കാണുന്നുണ്ടാവുക. ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണോ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ടാവും. ഇവിടെ സ്ക്രീനിൽ ഇതാക്കണ്ടല്ലോ, ഇവിടെ നമ്മൾ സാധാരണ കമ്പ്യൂട്ടറിൽ കാണുന്ന പോലെ സ്ക്രോൾ ചെയ്യാൻ പറ്റിയൊരു ടേബിളിൻ്റെ കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇതിൻ്റെ അർത്ഥം എന്താ പറയുക, ഈ ക്വസ്റ്റ്യൻ നമ്മൾ സ്ക്രോൾ ചെയ്ത് താഴത്തേക്ക് പോകണം. എന്താ ഇവിടെ ക്ലിക്ക് ചെയ്ത് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ എന്ത് ഉള്ളൂ, ഇതിൻ്റെ ഓപ്ഷൻസ് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടല്ലേ, നിങ്ങൾക്ക് ഇവിടെ കാണാം 1 2 3 4 കണ്ടല്ലോ, 1 2 3 4 എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് 4 നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിച്ചത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ മാർക്ക് ചെയ്യാൻ വിചാരിച്ചതാ, ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്ത് സോറി 2 ആൻസർ എന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ തീരുമാനിച്ചു. നിങ്ങൾ ബബിൾ ചെയ്യേണ്ട കാര്യമില്ല. കമ്പ്യൂട്ടറിൽ മൗസ് ഉപയോഗിച്ച് ജസ്റ്റ് ഒരു ക്ലിക്ക് ആ 2 നേരെ ക്ലിക്ക് ചെയ്താൽ മതി. അവിടെ ഒരു ബ്ലൂ കളർ വരും, ടിക്കായി എന്നുള്ള കാര്യം കാണിക്കാൻ വേണ്ടിയിട്ട് വരും. എന്നിട്ട് നിങ്ങൾക്ക് അവിടെ കാണിക്കാം എന്താണ്, ഇവിടെ 4 ഓപ്ഷൻ ഉണ്ടാവും. സേവ്, നെക്സ്റ്റ്, സേവ്, മാർക്ക് ഫോർ റിവ്യൂ, ക്ലിയർ റെസ്പോൺസ്, മാർക്ക് ഫോർ റിവ്യൂ നെക്സ്റ്റ്. ഈ പറഞ്ഞ ക്ലിയർ റെസ്പോൺസ് എന്തിനറിയോ, അഥവാ നമ്മൾ ഉത്തരം ചെയ്തപ്പോൾ നമുക്ക് തെറ്റിപ്പോയിന്നൊരു കൺഫ്യൂഷൻ തോന്നുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ എഴുതിയ കാര്യം മായ്ച്ച് കളയാൻ വേണ്ടിയിട്ടാണ് ക്ലിയർ റെസ്പോൺസ് കൊടുത്തു കഴിഞ്ഞാൽ അത് മാഞ്ഞു പോകും. അപ്പോൾ നമുക്ക് തോന്നുന്നത് 3 ആണ് ശരി. യെസ്, 3 നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ 3 സെലക്ട് ആയി കഴിഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഉത്തരം ശരിയാക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് ഡൗട്ട് കിടക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, അടുത്ത ക്വസ്റ്റ്യനൊക്കെ ചെയ്ത് ലാസ്റ്റിക്ക് വേണമെങ്കിൽ നോക്കാമെന്ന് വെച്ചിട്ട് നിങ്ങൾ മാറ്റി വെക്കണം. പക്ഷേ നിങ്ങൾക്ക് ഏകദേശം ഉറപ്പുണ്ട് 3 തന്നെയാവും ശരി. ഇനി 4 ആണോ 3 ആണോ എന്നതിൻ്റെ കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഉറപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് സേവ് ആൻഡ് മാർക്ക് ഫോർ റിവ്യൂ എന്നുള്ള ഓപ്ഷൻ മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്ത് സെലക്ട് ചെയ്ത്, മാർക്ക് ഫോർ റിവ്യൂ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കൊടുത്തു പോകരുത്. അതിനൊരു ട്രാപ്പ് ഉണ്ട്. ആ ട്രാപ്പ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മൾ ഈ മാർക്ക് ഫോർ റിവ്യൂ ആൻഡ് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഈ ക്വസ്റ്റ്യൻ അവിടെ മാർക്കായിട്ട് കിടക്കും. പക്ഷേ എന്ത് ചെയ്യില്ല, മാർക്കഡ് ആയിട്ട് കിടക്കുന്നുണ്ടാവും. പക്ഷേ എന്ത് ചെയ്യില്ല, നോട്ട് വാല്യൂഡ്. ഇത് നമ്മുടെ എക്സാമിന് എന്ത് ചെയ്യില്ല, വാല്യൂ ചെയ്യില്ല. അത് നമുക്ക് ജസ്റ്റ് അവിടെ ഒരു മാർക്ക് ചെയ്തിട്ടോ, വെറുതെ നമ്മളൊരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ വരച്ചിട്ട് പോയിന്നല്ലേ അത്ര ഉണ്ടാവുള്ളൂ. ഉത്തരം മാർക്ക് ചെയ്തായിട്ട് കണക്കാക്കില്ല. അപ്പോൾ ഉത്തരം മാർക്ക് ചെയ്തായിട്ട് നിങ്ങൾ കണക്കാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, സേവ് ആൻഡ് മാർക്ക് ഫോർ റിവ്യൂ എന്ന് പറയുന്നെങ്കിലും വെക്കണം. സേവ് ആൻഡ് മാർക്ക് ഫോർ റിവ്യൂ എന്നുള്ള ഓപ്ഷൻ വെക്കണം. അപ്പോൾ ഉറപ്പിക്കുക, സേവ് ഉണ്ടെങ്കിൽ മാത്രമേ ഉത്തരം സേവ് ആവുള്ളൂ എന്നൊരു കാര്യം ഉറപ്പിക്കുക. ഇനി ഇതൊന്നുമല്ല, നിങ്ങൾക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ വായിച്ചപ്പോൾ ഉറപ്പാണ് 3 ഒന്നുമല്ല, ഉത്തരം 1 ആണ് വരിക, കൺഫേം ആണ്. ഉറപ്പിച്ചോ മക്കളെ, വേറെ ഒന്നും വേണ്ട. സേവ് കൊടുക്കുക, നെക്സ്റ്റ് നിൽക്കുക. സേവ് നെക്സ്റ്റ് നോക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നേരെ അടുത്ത ചോദ്യത്തിൽ പോകും. ഇനി അടുത്ത ചോദ്യത്തിൽ പോകാൻ മറ്റൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. ഇതാ ഇവിടെ നിങ്ങൾക്ക് നെക്സ്റ്റ് എന്ന് കാണാം. ഇനി അടുത്ത ചോദ്യം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ മുൻപത്തെ ചോദ്യം ഡൗട്ടിനാണ് ബാക്ക് അടിച്ചിട്ട് അങ്ങോട്ട് പോവുകയും ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇവിടെ കാണുന്ന സ്ക്രീനിൽ 4 ഓപ്ഷൻസ് നോക്കിക്കോട്ടോ.
അതായത് ഇവിടെ നമ്മൾ മൊത്തം 5 കളറിലാണ് കാണുന്നുണ്ടാവുക. നിങ്ങൾ ഇതുവരെ വിസിറ്റ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസിൻ്റെ നമ്പറാണ് 49 ഒന്നാണ് നിങ്ങളിവിടെ ആൻസർ ചെയ്യാത്തത്. അതായത് നിങ്ങൾ ആകെ വിസിറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ്. ആ ക്വസ്റ്റ്യനിൽ നിങ്ങൾ നിൽക്കുകയാണ്. ഇനി ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവിടെ നമ്പർ 0 ആൻസേർഡ് എന്നുള്ളത് 0 മാറിയിട്ട് 1 എന്ന് വരും. ഇനി നിങ്ങൾ എത്ര മാർക്ക് ഫോർ റിവ്യൂ ചെയ്തത് ഇവിടെ കാണിക്കും. അപ്പോൾ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പറയുന്ന ബ്ലൂ കളറിൽ ബോക്സിൽ നിങ്ങൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴെ ഒരു ഫയലിൻ്റെ ചിത്രം കൂടി വന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് നമ്മുടെ വാല്യുവേഷന് പരിഗണിക്കുള്ളൂ എന്നുള്ള കാര്യം ഉറപ്പിക്കുക. അതിവിടെ എടുത്ത് പറഞ്ഞിട്ട് കൃത്യമായിട്ട് നോക്കിക്കോളും. വിൽ ബി കൺസിഡേർഡ് ഫോർ ഇവാലുവേഷൻ. കണ്ടല്ലോ, ആ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത്. അപ്പോൾ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ കോളത്തൊക്കെ കളറുകളൊക്കെ എന്താവും, പച്ച കളറായിട്ട് മാറും. എല്ലാം പച്ച കളറായിട്ട് മാറും. ഈ ആൻസേർഡ് എന്ന് പറയുന്ന കളറായിട്ട് എല്ലാ കോളങ്ങളും മാറും. ഇപ്പോൾ ഇവിടെ റെഡിലാണ് കിടക്കുന്നത്, അതെല്ലാം മാറിയിട്ട് എന്ത് ചെയ്യും, ഗ്രീനിലാണ് കളർ മാറും കേട്ടോ. ഗ്രീനിൽ കളർ മാറിയിട്ട് വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനുശേഷം അവസാനമാണ് നമ്മൾ എന്ത് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. ഈ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എക്സാം എന്ത് ചെയ്യാം, നമുക്ക് അവിടെ സബ്മിറ്റ് ചെയ്ത് നമുക്ക് ഫിനിഷ് ചെയ്യാം. പക്ഷേ ഫിനിഷ് ചെയ്യുന്നത് അവസാന നിമിഷം മാത്രം വെക്കുക. 60 മിനിറ്റ് സമയമുണ്ട്. നമ്മൾ ഇത്രയും കാലം എടുത്ത എഫേർട്ടാണ് അവിടെ കിടക്കുന്നത്. ഇനി നിങ്ങൾക്കറിയാം എക്സാമുകളിൽ എന്തൊക്കെ അലോ ചെയ്ത കാര്യം നിങ്ങൾക്കറിയാം. ഒന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ത് മാത്രമേ ഉള്ളൂ, അഡ്മിറ്റ് കാർഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഇനി അഥവാ മാത്സിൻ്റെ എക്സാം എഴുതുകയാണെങ്കിൽ പോലും കാൽക്കുലേറ്റർ അലൗഡ് അല്ല. ഓക്കെ. പിന്നെ ഫോട്ടോ നിങ്ങൾക്ക് ഉണ്ടാവും. അതെന്താണ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ആ ഫോട്ടോ മാത്രമേ കയറ്റാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന ട്രാൻസ്പെറൻറ്റ് പെന്നായിരിക്കണം. അതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ കയറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ട്രാൻസ്പെറൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ സൈഡ് നോക്കി കഴിഞ്ഞാൽ അപ്പുറം കാണണം അല്ലേ, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ട്രാൻസ്പെറൻറ്റ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നുണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സാം ഹാളിൽ അലോ ചെയ്യുന്നുള്ളൂ. അപ്പോൾ സ്ക്രീനിൽ എന്തായിരിക്കും എന്നുള്ള കാര്യം ഇതോടുകൂടി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു കാര്യം, നിങ്ങൾക്ക് അവിടെ എക്സാം ഹാളിൽ എന്ത് ചെയ്യും, 2 കാര്യങ്ങളാണ് അവർ പ്രൊവൈഡ് ചെയ്യുക. 2 കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുക മെയിനായിട്ട്. ഒന്ന് വർക്ക് ഷീറ്റാണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കാം, വർക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടു, നിങ്ങൾ എന്താണ് ഈ പറഞ്ഞ ബ്ലഡ് റിലേഷൻ കണ്ടുപിടിക്കുന്ന പോലെ ഈ കോഡിങ് ഡീകോഡിംഗ് ആണെന്ന് വിചാരിക്കുക. ABCDE നിങ്ങളിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് വിചാരിക്കുക. പക്ഷേ നിങ്ങൾക്കത് ഓർമ്മിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്ട് നിങ്ങൾക്കത് പേപ്പറിൽ എന്ത് ചെയ്യാം, എഴുതി വെക്കാം. ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യാം, എഴുതി വെക്കാം. ഒരു കുഴപ്പമില്ല. അതിനാണ് അവർ ഈ പറഞ്ഞ വർക്ക് ഷീറ്റിനെ അവിടെ നിങ്ങൾക്ക് എഴുതി വെക്കാം. എന്നിട്ട് നമ്പർ കൊടുക്കാം 1 2 3 4 5 6 7 എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുമല്ലോ കോഡിങ്. നിങ്ങൾക്കറിയാം, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് അതൊക്കെ എഴുതിയേക്കാം. നിങ്ങൾക്കുള്ള എല്ലാ കോഡുകളും സൂത്രങ്ങളും നിങ്ങൾ പഠിച്ച എല്ലാ ടിപ്പുകളും ഒക്കെ ആ പേപ്പറിൽ എഴുതിയേക്കാം. ഒരു കാര്യം, ആ പേപ്പർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടുത്ത പേപ്പർ പിന്നെയും ചോദിക്കാം, ഒരു കുഴപ്പമില്ല. പിന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് പെന്നും അവർ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. പെന്നും അവർ പ്രൊവൈഡ് ചെയ്യും. അവർ പ്രൊവൈഡ് ചെയ്യുന്ന പെന്ന് ട്രാൻസ്പെറൻ്റ് ആവണമെന്നില്ല. അതെന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള ഈ പറഞ്ഞ ട്രാൻസ്പെറൻ്റ് അല്ലാത്ത നോൺ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പെന്നാണെങ്കിൽ പോലും അത് നമുക്ക് യൂസ് ചെയ്യാം. കാരണം അത് അവർ എക്സാം ഹാളിൻ്റെ ഉള്ളിൽ നിന്ന് തന്നാണ്. നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുമ്പോഴേ ബുദ്ധിമുട്ടുള്ളൂ. ഉള്ളിൽ നിന്ന് തരുന്ന പേനക്കൊന്നും കുഴപ്പമില്ല. ഓക്കെ. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി എക്സിറ്റ് ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞു. കൃത്യമായിട്ട് നമ്മുടെ പരീക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ 60 മിനിറ്റ് കഴിയാതെ എക്സാം ഫിനിഷ് ആവില്ല. 60 മിനിറ്റ് കഴിയാതെ എക്സാം ഫിനിഷ് ആവില്ല. ആ ഫിനിഷ് കൊടുത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് പുറത്തിറങ്ങാനുള്ള സമയം ഉണ്ടാവും. ആ ബാച്ചിൻ്റെ ടൈം കൂടി. ഓക്കെ. ആ ബാച്ചിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ ഒരു 2-3 മിനിറ്റ് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഒരു 10 മണിക്ക് പരീക്ഷ കഴിഞ്ഞെങ്കിൽ 10:05 നിങ്ങൾക്ക് ഒരു 10:05 ആകുമ്പോഴേക്കും എന്ത് ചെയ്യാം, എക്സാം ആളിന് പുറത്തിറങ്ങാം. ഓക്കെ. ഒരു 5 മിനിറ്റ് കൂടി നമുക്ക് കാത്തിരിക്കേണ്ടിയിരുന്നു മാത്രം. അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങൾ. ഇനി ഒരു മോക്ക് ടെസ്റ്റ് നമുക്കൊന്ന് എഴുതി നോക്കാം. മോക്ക് ടെസ്റ്റിൻ്റെ പേജുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ കമൻറ്റ് അനുസരിച്ച് നമുക്കുള്ള വീഡിയോസ് ചെയ്യാം. അപ്പോൾ വീണ്ടും എല്ലാവർക്കും നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് വൺസ് അഗൈൻ ഇറ്റ്സ് മീ സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എജുബോർഡ്. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.